ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്കും കർത്താവിൽ നിന്ന് വിജയവും മഹത്വവും സംരക്ഷണവും ലഭിക്കുന്നതിന് നമ്മുടെ ഹൃദയം തുറന്ന് കർത്താവിനെ നന്ദി പറഞ്ഞ് ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കുക. ഇന്ന് മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ ദുശ്ശീലങ്ങൾ കാരണം വേദനിക്കുന്ന മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളുടെ പരീക്ഷയെ ഓർത്ത് വിഷമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. മക്കളുടെ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാം നല്ല രീതിയിൽ തയ്യാറെടുക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് കൊടുത്തു തീർക്കേണ്ടതായ സാമ്പത്തിക ബാധ്യതകളെ കൊടുത്തു തീർക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആഗ്രഹിക്കുന്ന വിജയവും മഹത്വവും ഇന്ന് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി നഷ്ടപ്പെട്ട് വരുമാനം നഷ്ടപ്പെട്ട് കടബാധ്യതയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായ എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുടുംബത്തിൽ രോഗികളായ മക്കളെ ഓർത്ത് വേദനിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ നടത്തുന്ന ദിവസമാണ്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് നമ്മെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന്. വിശ്വാസത്തോടെ നമ്മുടെ ഇന്നത്തെ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും സമർപ്പിച്ച് ആവശ്യങ്ങളെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവനും വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയ വലിയ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് ആരോഗ്യപരമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മഹത്വം ദർശിക്കുവാനായി ഞങ്ങൾക്ക് വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിൽ കൂട്ടിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. മക്കളെക്കുറിച്ചുള്ള ഞങ്ങളുടെ വേദനകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മക്കൾ കാരണം അനുഭവിക്കുന്ന വേദനകളും യാതനകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഒപ്പം മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സമർപ്പിക്കുന്നു. അവരുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു. അവരുടെ പഠനത്തെ സമർപ്പിക്കുന്നു, പരീക്ഷയെ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളുടെ മക്കളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ബന്ധനാവസ്ഥകളെയും അവിടുന്ന് ഏറ്റെടുത്ത് അവർക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചികരമായ ആസക്തികളിൽ നിന്നും പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും
അവരെ മോചിപ്പിക്കണമേ. അവരുടെ പഠനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവരെ കരകയറ്റണമേ. അവരുടെ ശ്രദ്ധ മാറ്റുന്ന എല്ലാ അശ്ലീലങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും അവരെ കൈപിടിച്ച് നടത്തണമേ. കർത്താവെ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അങ്ങയുടെ നാമം മഹത്വപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ. ഫലപ്രദമായ ഒരു ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഇന്ന് വരെ ഞങ്ങൾ ജീവിച്ചു, എന്നാൽ ഞങ്ങൾക്ക് സംതൃപ്തിയില്ല. ഞങ്ങൾ ദൈവം തന്ന കഴിവുകളെയും കൃപകളെയും പൂർണ്ണമായി ഉപയോഗിക്കുന്നതിന് ഞങ്ങൾ പരാജിതരായി. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് കരുണ തോന്നി. ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ കൂടെയുണ്ടാകണമേ. ഞങ്ങളെ അലട്ടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിലും പ്രശ്നങ്ങളിലും ഇന്ന് ഒരു ഉത്തരം ഞങ്ങൾക്ക് നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. മക്കളുടെ വിവാഹം സമർപ്പിക്കുന്നു. ദൈവമേ, വിവാഹാലോചനകൾ നടക്കുന്നുണ്ട്, പക്ഷേ അത് നടക്കാതെ തീർത്തും മാറിപ്പോകുന്നു. ഈ അവസ്ഥയിൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവാഹത്തിന് തക്കതായ തുണയെ നൽകി അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സംസാരശേഷി നഷ്ടപ്പെട്ടു പോയ ലൂക്ക എന്നൊരു മകനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മകനോട് കരുണ തോന്നി ആ മകൻ്റെ നാവിനെ അവിടുന്ന് ഇപ്പോൾ തന്നെ സ്പർശിച്ച് സംസാരശേഷി വീണ്ടെടുത്ത് കൊടുത്ത് അവനെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ ഇന്ന് ഞങ്ങൾ പൂർണ്ണമായും വസിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആസ്വദിക്കുന്നതിനും ഫലപ്രദമായ ജീവിതം ഇന്ന് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം തന്ന കഴിവുകളെയും സമയത്തെയും പൂർവാധികം ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളിൽ സ്വതസിദ്ധമായി അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളെ അത് പൂർണ്ണമായും ഉപയോഗിക്കുന്നതിനായി തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം മോചിപ്പിക്കണമേ. ഞങ്ങൾക്ക് നേരെയുള്ള എല്ലാ ശാപദോഷങ്ങളിൽ നിന്നും ആരുടെയെങ്കിലും ശാപകരമായ വാക്കുകളോ പ്രവർത്തനങ്ങളോ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ തകർക്കുവാൻ ഏതെങ്കിലും ദുഷ്ടശക്തികളുടെ ആധിപത്യം ഞങ്ങളുടെ ഭവനത്തിലോ കുടുംബത്തിലോ ഉണ്ടെങ്കിലോ, ദൈവമേ, ഇന്ന് അതിനെ തകർത്ത് കളഞ്ഞ് ഞങ്ങൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യവും സൗഖ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം ഞങ്ങൾക്ക് വിജയം നൽകണമേ. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ അനുഗ്രഹിക്കണമേ. അവർ എഴുതുന്ന പരീക്ഷയിൽ അവർക്ക് ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇൻ്റർവ്യൂവിന് പോകുന്നവരുടെ കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമേ. ദൈവമേ, വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആ വിസയുടെ തടസ്സങ്ങൾ നീക്കി അവിടുന്ന് തക്ക സമയത്ത് ഇടപെട്ട് അവർക്ക് വിജയം നൽകണമേ. കർത്താവെ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ അനിഷ്ട സംഭവങ്ങളെയും എടുത്തു മാറ്റി എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും മക്കളെയും പ്രത്യേകം സംരക്ഷിക്കണമേ. ദൈവമേ, ഈ നൊയമ്പ് കാലത്തിൽ ഏറ്റവും വിശുദ്ധിയോടെ ജീവിക്കുന്നതിന്, ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഞങ്ങൾ പാത്രരാകുന്നതിന്, ഞങ്ങൾ ദൈവിക സ്വഭാവം സ്വന്തമാക്കുന്നതിന് ഈ നൊയമ്പുകാലത്തിൽ കൂടുതൽ നന്മകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഗർഭിണികളായ ഞങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ സഹോദരിമാരെയും അവരുടെ ഗർഭസ്ഥ ശിശുക്കളെയും പ്രത്യേകം സംരക്ഷിക്കുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങ് തന്നെ അവരെ കാത്തുപരിപാലിക്കണമേ. അവരുടെ വൈദ്യനും അവരുടെ എല്ലാ സംരക്ഷകനും അവിടുന്ന് മാത്രമായിരിക്കണമേ. കർത്താവെ, ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ എല്ലാ സഹോദരിമാരെയും ഈ നിമിഷം അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അങ്ങയുടെ വചനമനുസരിച്ച് അവർക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും ശക്തിയും നൽകി, ബലം നൽകി, ആരോഗ്യം നൽകി, സന്തോഷവും സമാധാനവും നൽകി, ദൈവികമായ ആനന്ദം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. എപ്പോഴും അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകി
പരിപാലന നൽകി അവരെ അനുഗ്രഹിക്കണമേ. ദൈവസ്നേഹത്താൽ അവരെയും അവരുടെ കുഞ്ഞുങ്ങളെയും നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനന്തമായി ഉണ്ടാകുന്നതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ ദോഷങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഇടപാടുകളെയും നീ അനുഗ്രഹിച്ച് വിജയപ്രദമാക്കി മാറ്റണമേ. ഇന്ന് തുടങ്ങുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഇന്ന് നൽകി ഒന്നിനും ഒരു കുറവും ഉണ്ടാകാതെ സന്തോഷത്തിലും സമാധാനത്തിലും ഇന്ന് ജീവിക്കുവാൻ ഞങ്ങളുടെ കൂടെ നിന്ന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ എല്ലാവർക്കും അഭയം നൽകി കാത്ത് സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഞങ്ങൾ ദൈവത്തോട് ചോദിച്ച എല്ലാ പ്രാർത്ഥനകൾക്കും ഞങ്ങൾക്കിന്ന് ഉത്തരം ലഭിക്കുന്നതിന് നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നമുക്ക് അനുഗ്രഹവും നന്മയും പ്രദാനം ചെയ്യട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും ഇന്ന് നമ്മെ സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.